ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഫുള്ള് കറക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടിട്ട് രാത്രി 12 മണി വരെ കറക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ബാങ്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാക്കുവിന് പോകാൻ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാങ്കിലെത്തിയിട്ടുണ്ട്. ബാങ്കിൽ എൻ്റെ നാത്തൂനുണ്ട്. അപ്പോൾ ഫസ്റ്റ് അവിടെ പണ്ടം പണയം വെക്കാനും കുറച്ച് ലോക്കറിൽ വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അതൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട്. ഇനി കാക്കുവിന് കുറച്ച് സാധനങ്ങൾ ചെരുപ്പും ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫാൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ചന്തമ്മക്കാട്ട് പോയത്. അവിടുന്ന് കുറച്ച് പച്ചക്കറി ഐറ്റംസും പിന്നെ കുറേ കാക്കുവിന് കൊണ്ടുപോകാനൊക്കെ തന്നെ അവിടുന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് മടങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുപ്പിക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വർണ്ണക്കടയിലോട്ടാണ് പോയിട്ട് കേട്ടോ. അവിടെ പിന്നെ നാട്ടിൻ്റെ മോളെ പിന്നെ കുട്ടിയുടെ 40 ആവാനായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വള വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് പിന്നെ ഷീസൂട്ടിയുടെ കഴിച്ചതിന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിളക്കും വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് വളക്കാൻ വേണ്ടിയിട്ട് അവർ വളക്കുന്നത് ലൈവായിട്ട് വളക്കുന്നത് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വളക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ കുറേ സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയിട്ടോ വീട്ടിൽ എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ ഇവിടെ ആക്കിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഭയങ്കര പരാതി. അപ്പോൾ അവരെ കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കിന് അവരോടൊന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ അവരെ അതുവരെ കൊണ്ടാതെ പോയതൊക്കെ അപ്പോഴേക്കും അവർ ഫുഡ് കഴിക്കാൻ പോകാറുന്നപ്പോഴേക്കും അവിടുത്തെ എല്ലാം മാറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കൂട്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവരെ കൂട്ടി പോന്നിട്ടുണ്ട്. അപ്പോൾ മേലാറ്റൂർക്ക് മിയാമിയാക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളും ഉമ്മയുണ്ട് കേട്ടോ കൂടെ. ഷീസൂട്ടിക്ക് എവിടേക്കാണ് പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നേരെ കൈയൊക്കെ കഴുകി ഞങ്ങൾ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷീസൂട്ടിക്ക് അവിടെ ബേബി ചെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഇരുത്തിയപ്പോൾ അവർക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അൽഫാമും മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഇതൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാണ്. ഷീസൂട്ടി സോസും കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾ ഫുഡ് കഴിക്കൊന്നുമല്ലായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മന്തി ആവുകൊണ്ട് അവൾക്ക് എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ മന്തി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ജാംജൂമിലേക്കാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളുടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടേക്കാണ് പോയിട്ടുള്ളത്. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ രാത്രി നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എത്തിയത് ഞങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം അവർക്ക് കട അടക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് എത്തിയിട്ടുള്ളത് ഞങ്ങളായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന പീനട്ട് ബട്ടറാണ്. അതിന് 399 രൂപേൻ്റെത് പിന്നെ 199 രൂപക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് 100 രൂപ പിന്നെ ഓഫറായിരുന്നു. പിന്നെ ഓഫർ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാതും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.